ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ വൈകാരിക ബുദ്ധിയെ പറ്റി ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണുക. കാരണം ഇന്നത്തേത് ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. അതിന്റെ ലിങ്ക് ഞാൻ എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം. സോ അതിനകത്ത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് IQ അല്ലെങ്കിൽ ഇന്റലിജൻസിനെ അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ വൈകാരിക ബുദ്ധി എന്ന് ഉള്ളത്. വൈകാരിക ബുദ്ധി എന്താണ്? നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനുള്ള കഴിവിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുകയും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സവിശേഷത നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ഈ ഒരു സവിശേഷത കൂടുതലായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ സ്ട്രെസ് ഒക്കെ മാക്സിമം കുറച്ച് വെക്കാനായിട്ടും കോൺഫ്ലിക്ട്സ് ഒക്കെ മാക്സിമം കുറച്ച് വെക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഒരു സഹാനുഭൂതിയൊക്കെ ഉണ്ടാവുകയും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഈ സവിശേഷത നമ്മളെ സഹായിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇമോഷണൽ ഇന്റലിജൻസ് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന 6 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. സോ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇമോഷണൽ ഇന്റലിജൻസ് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ആദ്യത്തെ ടിപ്പ്, ആസ് ഹ്യൂമൻ ബീയിങ്സ് നമുക്ക് പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാവും അല്ലെ. പോസിറ്റീവ് ഇമോഷൻസും ഉണ്ടാവും, നെഗറ്റീവ് ഇമോഷൻസും ഉണ്ടാവും. പോസിറ്റീവ് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ആർക്കും തന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഇൻഹിബിഷൻസും ഇല്ല. പക്ഷേ നെഗറ്റീവ് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ആസ് പേരൻസ് നമുക്ക് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ നെയിം ചെയ്യാനും അക്നോളജ് ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പ്. നമ്മളത് ചെയ്യുന്നത് വഴി ഈ ഒരു നെഗറ്റീവ് ഇമോഷൻസിന്റെ പുറത്തുള്ള കോൺവെർസേഷൻസിനെ നമുക്ക് നോർമലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ എന്നുള്ളത് മാത്രമാണ് പ്രധാനം. അത് 5 വയസ്സുകാരനോട് നമ്മൾ സംസാരിക്കുന്നത് പോലെയല്ല 10 വയസ്സുകാരനോട് സംസാരിക്കുന്നത്. ആൻഡ് ഓൾവേസ് കീപ് ഇറ്റ് സിമ്പിൾ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ്, അതിപ്പോൾ ആങ്കർ ആയാലും ഫ്രസ്ട്രേഷൻ ആയാലും സാഡ്നെസ് ആയാലും ലോൺലിനെസ് ആയാലും എന്തിനെ പറ്റിയും നമുക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിന്റെ പുറത്തുള്ള ഒരു ടാബു അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ഇൻഹിബിഷൻ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതിനെപ്പറ്റി സംസാരിക്കാനായിട്ടുള്ളൊരു എൻകറേജ്മെന്റ് നമുക്ക് നൽകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ കേൾക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുമുള്ള ഒരു കഴിവ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇമോഷണൽ ഇന്റലിജൻസ് കൂട്ടിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന ടിപ്പ് നമ്പർ 2, നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് റേഞ്ച് ഓഫ് നെഗറ്റീവ് ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിലും ഡോണ്ട് റഷ് ഓർ ജംപ് ടു റെസ്ക്യൂ ദം. അതിന് പകരം നമുക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും വാലിഡേറ്റ് ചെയ്യുകയും ചെയ്യാം. അവരുടെ ഇമോഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും വാലിഡേറ്റ് ചെയ്യുകയും ചെയ്യാം തീർച്ചയായിട്ടും. പക്ഷേ ഡോണ്ട് റഷ് ടു കറക്റ്റ് ദം, ക്രിട്ടിസൈസ് ദം ഓർ ജഡ്ജ് ദം. അതിന് പകരം അവർക്ക് ആ ഫീലിങ്സ്, ആ ഒരു ഇമോഷൻസിനെ മനസ്സിലാക്കാനുള്ള, അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സമയമാണ് അവർക്ക് നമ്മൾ നൽകേണ്ടത് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവ് വളർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതിനോടൊപ്പം തന്നെ അവരെ എംപതി ഒക്കെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ കീപ് ഇൻ മൈൻഡ്, don't rush or jump to rescue them when they are going through hard emotions. കുഞ്ഞുങ്ങളിൽ ഇമോഷണൽ ഇന്റലിജൻസ് കൂട്ടിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന ടിപ്പ് നമ്പർ 3, instead of telling them what to do, ask questions. നിങ്ങൾക്ക് why, when, where ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കാം. അവരെന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ അവർ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ തന്നെ പറയുന്നതിന് പകരം നമുക്ക് അവരോട് റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ശ്രമിക്കാം. നീ എന്തിലൂടെയാണ് നീ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന് കാരണം, നീ എങ്ങനെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ആ സിറ്റുവേഷനിൽ എന്താണ് സംഭവിച്ചത്, നിനക്ക് ആ സിറ്റുവേഷനിൽ കുറച്ചുകൂടി നന്നായിട്ട് എങ്ങനെ പെരുമാറാമായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ്, റൈറ്റ് ക്വസ്റ്റ്യൻസ് അറ്റ് റൈറ്റ് ടൈം നമുക്ക് അവരോട് ചോദിച്ചുകൊണ്ടേയിരിക്കാം. അത് നമ്മൾ ചെയ്യുന്നത് വഴി തീർച്ചയായിട്ടും അവർക്ക് ആ സിറ്റുവേഷനെ പറ്റിയിട്ടും അവർ കടന്നു പോകുന്ന ഇമോഷൻസിനെ പറ്റിയിട്ടും കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട്, കൂടുതൽ നന്നായിട്ട് പ്രോസസ് ചെയ്യാനുള്ള ഒരു സമയമാണ് നമ്മൾ നൽകുന്നത്. തീർച്ചയായിട്ടും ഇൻസ്റ്റെഡ് ഓഫ് ടെല്ലിംഗ് ദം വാട്ട് ടു ഡു, ആസ്ക് ക്വസ്റ്റ്യൻസ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇമോഷണൽ ഇന്റലിജൻസ് കൂട്ടിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന ടിപ്പ് നമ്പർ 4 എന്താണെന്ന് വെച്ചാൽ, എൻകറേജ് ദം ടു ബി എ പ്രോബ്ലം സോൾവർ.
അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ജമ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പെട്ടെന്ന് തന്നെ റഷ് ചെയ്ത് അവരുടെ ക്വസ്റ്റ്യൻസിനെല്ലാം ഉത്തരം നമ്മൾ കണ്ടെത്തി കൊടുക്കേണ്ട ആവശ്യവുമില്ല. ഇൻസ്റ്റെഡ് ത്രോ ഇറ്റ് ബാക്ക് ടു ദം ഇൻ ആൻ ഏജ് അപ്രോപ്രിയേറ്റ് വേ. അവർ തന്നെ കണ്ടെത്തേണ്ട അല്ലെങ്കിൽ അവർ തന്നെ കണ്ടെത്തുന്ന രീതിയിലേക്ക് അവരിലേക്ക് അത് തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾ ഇമോഷൻസ് ആർ ആക്സെപ്റ്റബിൾ ബട്ട് ഓൾ ബിഹേവിയേഴ്സ് ആർ നോട്ട്. സോ നമ്മുടെ കുഞ്ഞ് ആക്സെപ്റ്റബിൾ അല്ലാത്ത എന്തെങ്കിലും ഒരു ബിഹേവിയർ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്ലിയർലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം എന്തൊക്കെയാണ് അത് മറ്റൊരു രീതിയിൽ എങ്ങനെയൊക്കെ അതിനെ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇൻ എ ഡിഫറെന്റ് വേ എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഒരിക്കലും ഡോണ്ട് റഷ് അല്ലെങ്കിൽ ഡോണ്ട് ജംപ് ടു സോൾവ് ദെയർ പ്രോബ്ലംസ്. ഇതിന്റെ ഇമോഷണൽ ഇന്റലിജൻസ് കൂട്ടിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന ടിപ്പ് നമ്പർ 5, ഹെൽപ്പ് ദം ടു ഗിവ് എ നെയിം ടു വാട്ട് എവർ ഇമോഷൻസ് ദേ ആർ ഗോയിങ് ത്രൂ. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ കടന്നു പോകുന്ന ഇമോഷൻസ് ഏതാണെന്ന് സ്വയം കണ്ടെത്താൻ സാധിക്കണമെന്നില്ല. ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, ഫ്രസ്ട്രേഷൻ ആണോ, സാഡ്നെസ് ആണോ, അതോ ഈവൻ വിശപ്പാണോ താൻ കടന്നു പോകുന്നത് എന്ന് ചിലപ്പോൾ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല. സോ ബൈ ആസ്കിങ് റൈറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഹെൽപ്പിംഗ് ദം വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്സ് നമുക്ക് അവരുടെ ഇമോഷണൽ വൊക്കാബുലറി കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുകയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അക്നോളജ് ചെയ്യുകയും അതിനെ എക്സ്പ്രസ് ചെയ്യാനും ഉള്ള ഒരു കഴിവ് നമുക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇമോഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമോഷണൽ വൊക്കാബുലറി, ഇമോഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടു ബിക്കം എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് കൂട്ടിക്കൊണ്ടുവരാനായിട്ടും അത് വളരെയധികം സഹായം ഉള്ളൊരു കാര്യം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇമോഷണൽ ഇന്റലിജൻസ് കൂട്ടിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന ടിപ്പ് നമ്പർ 6 ആണ് ഇന്നത്തെ വീഡിയോ. എന്താണെന്ന് വെച്ചാൽ ടീച്ച് ദം ഓൾട്ടർനേറ്റ് വേസ് ടു എക്സ്പ്രസ് ദെയർ ഇമോഷൻസ്. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളുടെ എല്ലാ ഇമോഷൻസും ആക്സെപ്റ്റബിൾ ആണ്, പക്ഷെ ഓൾ ബിഹേവിയേഴ്സ് ആർ നോട്ട് എന്നുള്ളത്. സോ അവർ കാണിക്കുന്ന ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു വേ തെറ്റാണ്, അല്ലെങ്കിൽ അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒന്നല്ല എന്നുണ്ടെങ്കിൽ അതിന് ഓൾട്ടർനേറ്റ് വേസ്, മറ്റുള്ള എന്തൊക്കെ രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിപ്പോൾ ബ്രീത്തിങ് ആയിക്കോട്ടെ, മെഡിറ്റേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വ്യായാമം ആയിക്കോട്ടെ, എക്സസൈസ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, മറ്റ് പല മെത്തേഡ്സ് ഉണ്ട് നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. സോ അത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇമോഷണൽ ഇന്റലിജൻസ് കൂട്ടിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന 6 വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നമുക്കൊരു ഗുഡ് തിങ് എന്താണെന്ന് വെച്ചാൽ IQ നമുക്കൊരു പരിധിയിൽ കൂടുതൽ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇമോഷണൽ ഇന്റലിജൻസ് നമ്മൾ ചൈൽഡ്ഹുഡിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതിനോടൊപ്പം തന്നെ ജീവിത വിജയത്തിന് വളരെ 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 അത്യാവശ്യം വേണ്ട IQ-നേക്കാൾ കൂടുതൽ നമുക്ക് ജീവിത വിജയത്തിന് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ളത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാവും.